സേതുവിന്റെ പല്ലുവിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു. ഒടുവില് ഇന്ദ്രന് ഒരു നിവൃത്തി ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോ ഇന്ദ്രൻ മഹാലക്ഷ്മിയുടെ കഴുത്തിലേക്ക് കത്തി വെക്കുവാണ്. എന്ത് ചെയ്യാൻ പറ്റും? മഹാലക്ഷ്മിക്ക് അനങ്ങാൻ പോലും പറ്റില്ല. ഈ സമയം എല്ലാരും ഒരു പകപ്പോടുകൂടി ഇന്ദ്രനെ നോക്കുക. ഇന്ദ്രൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ആരും പ്രതീക്ഷിച്ചില്ല. അവൻ രണ്ടും കൽപ്പിച്ചായിരുന്നു എളിയെ കത്തിയൊക്കെ തിരികൊണ്ടാ വന്നത്. ആ സമയം വേണുഗോപാൽ പറഞ്ഞു, എടാ കത്തി എടുക്കടാന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് മഹാലക്ഷ്മി ഇന്ന് പെടയുവാണ്. കാരണം മഹാലക്ഷ്മിക്ക് അനങ്ങാൻ പോലും പറ്റില്ല. പിന്നെ തന്നെ ഭയങ്കര വിശ്വാസമായിരുന്നു. ഇന്ദ്രൻ വന്ന് പറഞ്ഞ കഥകളൊക്കെ കേട്ട് വിശ്വസിച്ച സേതുവിന്റെ കർണത്ത് വരെ തല്ലി. അപ്പൊ സേതുവാണ് തന്റെ ജീവൻ നശിപ്പിച്ചെന്ന് കരുതിയിരുന്ന. പക്ഷെ ഒരു നിമിഷം കൊണ്ടാണ് ഇന്ദ്രന് ഭാവമാറ്റം ഉണ്ടായത്. പല്ലവി സേതു ഒക്കെ ഞെട്ടിത്തെരിച്ചിരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലാനൊക്കെ എല്ലാവർക്കും പേടിയാണ്. ചെന്നിട്ടുണ്ടെങ്കിൽ അവനാ കത്തിയാണെങ്കിൽ അതോടുകൂടി മഹാലക്ഷ്മിയുടെ ജീവിതം തീർന്നു. ഒന്നാമത്തെ കാര്യം, അവനൊരു സൈക്കോ മൈൻഡ് ആണല്ലോ. അങ്ങനെയുള്ള അവൻ എന്തും ചെയ്യാൻ മടിക്കില്ല. എന്ത് ചെയ്താലും അവൻ ചിലപ്പോൾ മാനസിക രോഗത്തിന്റെ പ്രശ്നം പറഞ്ഞ് പുറത്തിറങ്ങുകയും ചെയ്യും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം അവന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരുന്നു. ഈ സമയത്ത് സേതു പറഞ്ഞു, എടാ മര്യാദയ്ക്ക് എന്റെ അമ്മയെ വിടുന്നാ നല്ലത്. അമ്മയെ വിടാനാ? ഇവരെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് മഹാലക്ഷ്മിയോടായിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരുന്നേ? നിങ്ങളുടെ ജീവിതം തല്ലിക്കെടുത്തിയത് സേതുവാന്നോ? സേതുവല്ല, ഈ ഞാനാണ്. സേതു മാധവനായിട്ട് അഭിനയിച്ചാണ് ഞാൻ നിങ്ങളുടെ ജീവിതം തല്ലിക്കെടുത്തിയത്. പിന്നീട് A to Z കാര്യങ്ങൾ പറയാണ്. ഞാനാണ് ഹോട്ടൽ മറീന ഇന്റർനാഷണലിലേക്ക് ചെന്നത്. അവിടെ ചെന്ന് നിങ്ങളുടെ ഭർത്താവായ വേണുഗോപാലിനെ കണ്ടത്. അത് ഞാൻ സേതുവായിട്ട് അഭിനയിക്കുകയോ ചെയ്തത്. നിങ്ങളുടെ മകൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അവനോടുള്ള വൈരാഗ്യമായിരുന്നു. ഒരു കാരണവശാലും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പോരെന്ന് ഞാൻ വിചാരിച്ചു. അത് മാത്രമല്ല, നിങ്ങളുടെ മകളുടെ ജീവിതം തല്ലിക്കെടുത്തിയത് ഞാനാണ്. അത് സേതുവായിട്ട് അഭിനയിച്ചോണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മഹാലക്ഷ്മി ഞെട്ടിപ്പോയി. കുറച്ചു മുമ്പ് വരെ അവൻ പറഞ്ഞോണ്ടിരുന്ന അങ്ങനെ ആയിരുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ആ സമയം പല്ലവി ഒന്ന് ആലോചിച്ചു. പല്ലവി നോക്കിക്കഴിഞ്ഞപ്പോ അവിടെ കുറെ പൂഴിമണ്ണുണ്ട്. പൂഴിമണ്ണെന്ന് പറഞ്ഞാൽ ചെടിയൊക്കെ നട്ടുവെച്ചിരിക്കുന്നതിടെ ചെടിക്ക് അത് മണ്ണുണ്ട്. പല്ലവി നിൽക്കുന്നതിന്റെ അവിടെ ചുറ്റും നോക്കി. എന്നിട്ട് ആ കൈക്കകത്തേക്ക് മണ്ണ് വരുവാണ്. ഇന്ദ്രൻ ആ സമയത്തോ മറ്റുള്ളവരുടെ നേരെ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത്. പല്ലവിയെ നോക്കിയില്ല. കാരണം പല്ലവിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല്ലവിയുടെ കയ്യിൽ ആയുധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു, കണ്ടോ, നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ലടാ. നിന്റെ അമ്മ ഇപ്പൊ ഇവിടെ തീരാൻ പോവാ. നീ അത് കൺമുന്നിൽ കാണുമെന്ന് പറഞ്ഞു. ഇതും പറഞ്ഞിട്ട് മഹാലക്ഷ്മിയെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിക്കുകയാണ്. ലക്ഷ്മിയെ ഓർത്തു തന്റെ ജീവിതം തീർന്നു. ഈ ദുഷ്ടന്റെ കൈകളും കണ്ടാണല്ലോ ആർക്കും ഒന്നും ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥ നിൽക്കുക. പല്ലവി ഒട്ടും മടിച്ചില്ല. കൈക്കകത്തേക്ക് ആ പൂഴിമൺ അങ്ങോട്ട് വാരി. അത് വാരി ഇന്ദ്രന്റെ മുഖത്തേക്ക് ഒരു ഒറ്റ എയറായിരുന്നു. കണ്ണിലേക്ക് മണ്ണ് വീണാ പിന്നെ ആർക്കെല്ലാം നിൽക്കാൻ പറ്റുമോ? എത്ര വലിയവനാണേലും കണ്ണടച്ച് പോവും. കാരണം അവന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവന്റെ കയ്യിലെ കത്തിയുടെ പിടിയൊക്കെ അയഞ്ഞു പോയി. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ആ ഒരു നിമിഷം മതിയായിരുന്നു സേതുവിനൊക്കെ കയറി ഇടപെടാനായിട്ട്. സേതു പാഞ്ഞങ്ങ് ചെന്ന ഒറ്റ തൊഴിയായിരുന്നു. അവന് കണ്ണു കാണാൻ പറ്റിയില്ലല്ലോ. ആ ഒറ്റ തൊഴിയിൽ അങ്ങോട്ട് വീണവന്. അവന്റെ കയ്യിൽ നിന്ന് കത്തിയൊക്കെ തെറിച്ചുപോയി. പിന്നെ പറയണോ, പൂരമായിരുന്നു. അതുപോലെയുള്ള പ്രകടനങ്ങളായിരുന്നു കാഴ്ചവെച്ചത് സേതു, ശ്രീഹരിയും വേണുഗോപാലും കൂടെ. അത്രയും പേര് കൂടി അവനെ ഇടിച്ചാൽ പിന്നെ അവന് നേരെ നിൽക്കാൻ പറ്റുമോ? അപ്പോഴാണ് ശരിക്കും മഹാലക്ഷ്മിക്ക് ശ്വാസം വീണേ. പല്ലവി ഓടിച്ചെന്നിട്ട് ചോദിച്ചു, അമ്മയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലോ എന്ന് പറഞ്ഞു. മഹാലക്ഷ്മിക്ക് ഇപ്പോഴാണ് തന്റെ തെറ്റൊക്കെ മനസ്സിലാകുന്നേ. താൻ ഇതുപോലൊരു ദുഷ്ടനെയാണല്ലോ വിളിച്ച് വീട്ടിലേക്ക് കയറ്റിയെന്ന്. മൂർത്തിയൊക്കെ അന്തം വിട്ട് നിൽക്കുക. അപ്പൊ ഇവന് ഇതുപോലെ ചതിയനായിരുന്നു. അത് മാത്രല്ല ഷോക്കായത് മഹാലക്ഷ്മിക്ക്. തന്റെ മോനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ പാവമാണ്. എന്നിട്ട് താൻ അവനെ ആട്ടി അകറ്റി. ഈ കുടുംബത്തിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടു. ഏതൊരു പെറ്റമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലത്. ഇത്രയും വലിയൊരു ശിക്ഷ മഹാലക്ഷ്മിക്ക് കിട്ടുമെന്ന് മഹാലക്ഷ്മി പ്രതീക്ഷിച്ചില്ല. ആ സമയം ഇന്ദ്രനെ എടുത്തിട്ടിടിച്ചു. ഇവിടെ പല്ലവി പറഞ്ഞ്, വേണ്ട സേതുട്ടാ, മതിയെന്ന് പറയണ. മതിയെന്നോ? ഇവന് ഇനി ജീവനോടെ വിടാൻ പറ്റില്ല പല്ലവി. അന്നാ കൈതവനം കാട്ടി വെച്ച നിനക്കറിയാലോ. നിന്നെ ഇവൻ വന്ന് കീഴടക്കാൻ ശ്രമിച്ച സമയത്ത് തന്നെ ഞങ്ങള് അതിന് മുതിർന്ന. പക്ഷേങ്കില് നീ കാല് പിടിച്ചു പറഞ്ഞുകൊണ്ട് മാത്രം ഒടുവില് മരിക്കാൻ പോയ ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചോണ്ട് വന്നേ. അല്ലെങ്കിൽ അന്ന് ഇവനെ കൊക്കയിലേക്ക് വീണ് മരിച്ചു പോകത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ തോന്നുന്നുണ്ട് അത് മതിയായിരുന്നെന്ന്. ഋതുവിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് മാത്രമാണ് അന്ന് ഇവൻ രക്ഷപ്പെട്ടു പോന്നേ. ഇനി ഇത് പറ്റില്ല എന്ന് പറയണം. അത് കേട്ടിനിപ്പോ ഋതു പറഞ്ഞു, ഇനി എനിക്ക് ഇവനെ വേണ്ട സേതുയുടെ ഭർത്താവായിട്ട്. ഇവനെ പോലൊരു ദുഷ്ടന് എനിക്ക് വേണ്ട. അല്ലെങ്കിലും ഇവന്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പല്ലു പറഞ്ഞു, ഋതു നീ ഇങ്ങനെയൊന്നും പറയില്ല. പിന്നെ ഞാൻ എങ്ങനെ പറയണം?
പല്ലവി നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവനെപ്പോൾ ഒരു ദുഷ്ടന്റെ കുഞ്ഞാണല്ലോ എന്റെ വയറ്റ് വരുന്നേ. ഞാൻ അന്നേ പറഞ്ഞാൽ എനിക്ക് കുഞ്ഞിനെ വേണ്ടെന്ന്, കണ്ടില്ലേ? ആ സമയത്ത് വേണുഗോപാല് പറഞ്ഞു, എടാ ഇത്രയും കാലം നിന്നെ ഞാൻ നോട്ട് വിട്ടിരിക്കുമായിരുന്നു. കാരണം നീ ആ സേതുമാധവൻ എന്ന് വിചാരിച്ചാ ഞാനിരുന്നേ. പക്ഷേങ്കിൽ അതല്ലെന്ന് എനിക്ക് മനസ്സിലായടാ. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതിയോ? ഇല്ലടാ, അന്ന് നിന്റെ തലയൊക്കെ വന്ന് തല്ലി പൊളിച്ചിട്ട് പോയവനല്ലേ നീയ എന്നും പറഞ്ഞിട്ട് അതിന്റെയും കൂടെ വാശിയും വൈരാഗ്യം തീർത്തു കൊടുത്തു. ഒടുവില് അവന് ഒട്ടും വയ്യെന്നായി. ഇനിയും കൂടെ തല്ലി കിട്ടിയാൽ മരിക്കുന്നൊരവസ്ഥയായി. അപ്പോഴേക്കും പല്ലവിയൊക്കെ കയറി ഇടപെട്ടു. വേണ്ട സേതുവേട്ട, മതിയെന്ന് പറയാണ്. ഇനിയും കൂടെ അവനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അവൻ ചത്തു പോകത്തുള്ളൂ. വെറുതെ എന്തിനാ ഇവനെ പോലൊരു ദുഷ്ടന് സേതുവേണ്ട കൈ കൊണ്ട് മരിക്കുന്നേ? സേതുവേണ്ണ അതിന് പോയി ജയിലിൽ കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവന് ഏലൂടെയും പോട്ടെ എന്ന് പറയണേ. ഇവനെ പോലൊരു ദുഷ്ടൻ തീർത്തിട്ട് സേതുവേട്ടൻ ജയിലിൽ പോയി കിടക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ പല്ലവി എല്ലാവരും കൂടെ ചേർന്ന് സേതുവിനെയൊക്കെ പിടിച്ചു മാറ്റുന്നുണ്ട്. വേണുഗോപാലിനൊക്കെ ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല. വേണുഗോപാൽ പറഞ്ഞു, ഒറ്റ വെടിക്ക് ഇവനെ തീർക്കണ്ടെന്ന് പറഞ്ഞു. ഒടുവിൽ ലക്ഷ്മിയൻ പറഞ്ഞു, അവൻ പോട്ടെ എന്നൊക്കെ പറയാണ്. ഇന്ദ്രനെ എല്ലാരും കൂടെ ചവിട്ടി അഴിച്ച് തേച്ചവിടിയിട്ട് ഋതു പറഞ്ഞു, ഇനി എന്റെ കൺമുന്നിൽ പോലും കണ്ടുപോയേക്കല്ല. ഭർത്താവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ ലേബലിൽ എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. എനിക്ക് നിങ്ങളെപ്പോലും ഭർത്താവില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, കഴുത്തേക്കുള്ള താലിയൊക്കെ വലിച്ചൂരി അവന്റെ മുഖത്തേക്ക് എറിയുന്നുണ്ട്. അതൊന്നും അവനൊട്ടും പ്രതീക്ഷ കാര്യമില്ല. എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഒടുവിൽ ശ്രീഹരി പറഞ്ഞു, പോടാ, ഇനി ഇവിടെ നീ നിന്നേക്കരുത്. നിന്നിട്ടുണ്ട് നിനക്ക് ജീവൻ ബാക്കി കിട്ടത്തില്ല. ഉള്ള ജീവനും കൂടെ ആയിട്ട് പോകാൻ നോക്ക്. ഒടുവിൽ അങ്ങനെ അവനെ ഇറക്കി വിടാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് ഋതുവും കൂടി ഇരുന്നു. ഋതി എന്നിട്ട് പറഞ്ഞു, ഇതും കൂടെ പിടിച്ചോളാൻ പറഞ്ഞിട്ട് അവന്റെ കർണം തീർത്ത് നാളെ അങ്ങോട്ട് കൊടുക്കുവാണ്. ഇത്രയെങ്കിലും ഞാൻ തരണ്ടേ എന്റെ വകയായിട്ട്. അങ്ങനെ നാണം കെട്ട് അവനും കൂടെ ഇറങ്ങിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. ആ സമയത്ത് മഹാലക്ഷ്മി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. സേതുവിനെ നോക്കി. പിന്നീട് മഹാലക്ഷ്മി പറഞ്ഞു, അതെ എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല കാര്യങ്ങളൊക്കെ. പിന്നീട് വേണുഗോപാലാണ് ആ കാര്യങ്ങൾ പറയണേ. സേതുവായിട്ട് തന്റെ മുന്നിലേക്ക് ഇന്ദ്രൻ വന്നത്. ഇന്ദ്രൻ വന്ന് അവൻ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളൊക്കെ. പക്ഷെ താൻ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ നിൽക്കുന്ന സേതു വന്ന് കരുതിയിട്ട ഞാനും അങ്ങനെയൊക്കെ നിന്നോടും പറഞ്ഞേന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാല് സേതുമാധവ് ഇതാന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. ഞാൻ അതാന്ന് വിശ്വസിച്ചിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ അവർക്ക് ബോധ്യപ്പെട്ടു. ആ സമയം മൂർത്തി പറഞ്ഞു, എന്നാലും അവൻ ഇത്രയൊക്കെ ക്രൂരത ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചല്ലോ. അതും പോരാഞ്ഞിട്ട് അവൻ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ കളം പിടിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. ആ സമയം മഹാലക്ഷ്മി പറഞ്ഞു, മോനെ നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു. ഇപ്പൊ പോലും നിന്നെ ഞാൻ കർണത്തടിച്ചു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ ചെയ്തേന്ന് പറഞ്ഞു. പല്ലവി പറഞ്ഞു, അന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മേ സേതുവേണ്ണ ഒരു തെറ്റും ചെയ്യില്ലെന്ന്. പക്ഷെ സേതുവേണ്ണ എല്ലാരും കൂടി അവിശ്വസിച്ചു. പോരാത്തന് പൊന്നും വളർത്തിയെന്ന് ഒരു തെറ്റും ചെയ്യാത്ത പൂർണ്ണാമേനൊക്കെ ഇറക്കി വിട്ടില്ലേ. ആ സമയം മഹാലക്ഷ്മി ഇന്ന് കരയുവാണ്. അപ്പോഴേക്കും വേണുഗോപാല് പറഞ്ഞു, ഞാനും തെറ്റ് ചെയ്തു സേതുവിനോട്. കാരണം സേതു ആയിരുന്നില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അങ്ങനെ അവർക്ക് അവരുടെ തെറ്റുകളും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുന്നുണ്ട്. ഈ സമയം ഹൃദയം എന്നിട്ട് പറഞ്ഞു, എന്റെ അമ്മയെ ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറക്കി വിട്ട നിങ്ങള്, എന്റെ അച്ഛന്റെ ആത്മാവിന് പോലും ഇപ്പൊ ശാന്തി കിട്ടുന്നുണ്ടായിരിക്കില്ല. കാരണം നിങ്ങൾ ഇത്രയും വലിയ ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം പോലും നിങ്ങളോട് പൊറുക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നീട് അച്ഛനോട് പറഞ്ഞു, ബാച്ചു എന്ന് പറഞ്ഞ് അച്ഛന്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ്. മഹാലക്ഷ്മി ശരിക്കും തകർന്നുപോയി. ആ സമയം സേതു പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലായിരുന്നു അമ്മേ ഞാൻ നിരപരാധിയാന്ന്. എന്തെങ്കിലും ഒരിക്കലും എന്റെ നിരപരാധത്തെ ബോധ്യം വന്നു കഴിയുമ്പം നിങ്ങൾ കരയൂന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പറയാൻ പറ്റുമോ? മഹാലക്ഷ്മി ആകെപ്പാടെ തകർന്നു പോയി. ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല മഹാലക്ഷ്മി. അവര് വിചാരിച്ചുകൊണ്ടിരുന്ന സ്വന്തം മകനാ തെറ്റ് ചെയ്തേന്നാ. പിന്നീട് പല്ലവിയോട് സേതു പറഞ്ഞു, ബാ പല്ലവി നമുക്ക് പോകാന്ന് പറയണം. അപ്പോഴേക്കും മഹാലക്ഷ്മി വിളിച്ചു, മോനെ ഞാന് എന്നോട് പൊറുക്കടാ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കില് സേതു അന്ന് കേൾക്കാൻ നിന്നില്ല. സേതുവിന്റെ മനസ്സ് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും താൻ എത്ര കെഞ്ചി പറഞ്ഞിട്ട് തന്റെ അമ്മയൊന്നും വിശ്വസിക്കാൻ പോലും കൂട്ടാക്കിയല്ലോ. പിന്നെ തനിക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലോ എന്നൊരു ചിന്തയോട് കൂടിയിട്ട് പല്ലവിയുടെയും കൈയും പിടിച്ചോണ്ട് സേതു ഇറങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത്. ഇനിയിപ്പൊ ഇന്ദ്രൻ തകർന്ന മനസ്സോടുമായിട്ട് വേറൊരു പോകാൻ ഇടമില്ലാതെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എന്ന് കയറും. അവിടെ ചെന്ന് കയറിയാലും സത്യാവസ്ഥകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒടുവിൽ അടിച്ചിറക്കുക തന്നെ ചെയ്യും. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.